ഫാലിമിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം വയലിൽക്കടയാണ്. ഡോക്ടർ സേബ എബ്രഹാം ആണ് ഇന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത്. സേബ ചേച്ചിയുടെ ഹസ്ബൻഡിന് നല്ല അടിപൊളി ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബാക്കിൽ ചേച്ചിയുടെ വീടാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? സേബ ചേച്ചി ഹായ്. ഹലോ സർ ഹായ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡോക്ടർ സേബ ചേച്ചിയാണിത്. അപ്പോൾ സേബ ചേച്ചി എന്താ ചെയ്യുന്നത് എന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ഞാൻ 24 ഇയേഴ്സ് ടീച്ചിങ് ആയിരുന്നു. കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ഗംസിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഡോണ്ടസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ റിസൈൻ ചെയ്ത് ഇപ്പോൾ 1.5 വർഷമായിട്ട് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണ് പരുത്തിപ്പാറ MG കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് പഴൂർ ഡെന്റൽ ക്ലിനിക്. ഓക്കെ, അപ്പോൾ ഓൺ ക്ലിനിക്കാണ് സർ. എൻ്റെ പേര് ഡോക്ടർ ബിജു എബ്രഹാം പഴൂർ. ഞാൻ ബേസിക്കലി ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഞാനിപ്പം കുറേ വർഷമായിട്ട് IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു സ്വന്തം സ്ഥാപനമുണ്ട്, ഐഡിയൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഓൾ കേരള തലത്തിലും അതുപോലെ തന്നെ പാൻ ഇന്ത്യയിലെ കമ്പ്യൂട്ടേഴ്സ് പെരിഫറൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. കുഴപ്പമില്ലാതെ പോകുന്നത്. എൻ്റെ ഓഫീസും ഞങ്ങൾക്കൊരു കെട്ടിടമുണ്ട് MG കോളേജിന് ഓപ്പോസിറ്റ് പഴൂർ പ്ലാസ എന്ന് പറയും. അവിടെ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഓഫീസ്. മുകളിലും താഴെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. അപ്പം സാറെന്നും മാഡം എന്ന് വിളിക്കണോ, ചേച്ചി ചേട്ടാന്ന് വിളിക്കണോ? അപ്പം ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഡോക്ടറിനും ചേച്ചിന്നും ചേട്ടാന്നും ഒക്കെ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങള് എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നോ? വേറൊന്നും അറിയത്തില്ല. ആഹാ, ഓക്കെ. അപ്പൊ ഡോക്ടറെ, നമ്മള് സൂര്യ കോമഡി ഫൺ ഫാലിമി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുമായിട്ട് വന്നതാണ്. അതായത് ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വൈഫ്സ് കോണ്ടാക്ട് ചെയ്യും ഹസ്ബൻഡിനിട്ട് പണി കൊടുക്കാൻ വേണ്ടി. സോ ചേച്ചി ഞങ്ങളെ ചേട്ടന് പണി കൊടുക്കാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്തതാ. ഇങ്ങനെ സാർ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമോ വീട്ടില്? വീട്ടിൽ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. ക്ലീനിങ് ചെയ്യാൻ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നന്നായിട്ട് ക്ലീനിങ് ചെയ്യും. നല്ല നീറ്റ് ആൻഡ് ടൈറ്റ് സ്പോട്ട്ലെസ് ആയിട്ട് വീട് വെക്കും. അത് ഇന്ന് പുള്ളിയല്ല, സാധാരണ പുള്ളിയാണ്. ആരെങ്കിലും വരുവാണെങ്കിൽ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ സാറാ നോക്കുന്നത്. ക്ലീനിങ് ബാക്കി മറ്റൊരു ചെയ്യിപ്പിക്കും. പക്ഷേ സെറ്റിങ്സ് ആക്ച്വലി അടുക്കളയിൽ എന്തൊക്കെ ചെയ്യും? അടുക്കളയിൽ വേറെ ആരും ഇല്ലെങ്കിൽ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതൊക്കെ ചെയ്തു തരും. പിന്നെ വയ്യെങ്കിൽ കോഫിയൊക്കെ ഇട്ട് തരും. അങ്ങനെയൊക്കെ അത്യാവശ്യം പണിയൊക്കെ എല്ലാ പണിയും അറിയാം. ഇലക്ട്രിക് വർക്ക് ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും എല്ലാം കുറച്ച് നല്ലതായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് പണി കൊടുക്കണ്ടേ? പണി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പണി പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ എനിക്കൊന്നും കുക്ക് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുക്ക് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ കുക്ക് ചെയ്യാനുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് സാധനമുണ്ട്, കരിയാപ്പില ചിക്കൻ. ചിക്കൻ കരിയാപ്പില ചിക്കൻ എന്ന് പറയുമ്പോൾ അതെന്താ ചേച്ചി? അത് ഈസി ആയിട്ട് പെട്ടെന്ന്, വേറെ ഒന്നും സാധനമൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട് പഠിപ്പിച്ചു തന്നാണ്, രേഖ എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളി അതിനകത്ത് വേറെ ഒന്നുമില്ല, എണ്ണയ്ക്കകത്തോട്ട് കരിവേപ്പില ഇടുക, പിന്നെ ചിക്കൻ ഇട്ട് മാരിനേറ്റ് ചെയ്യണ്ട, വെറുതായിട്ട് അതിനകത്ത് കരിവേപ്പിലക്കകത്തിട്ട് കുറച്ച് നേരം സോട്ട് ചെയ്ത് കുറച്ച് നേരം ഒരു 15-20 മിനിറ്റ്സ് അടച്ചു വെക്കുക. ഒരു 3-4 കുക്ക്ഡ് ആകുമ്പോഴത്തേക്കിനും ടൊമാറ്റോ സോസും കുരുമുളകും കൂടി ഇടുക. ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും, ബിക്കോസ് വേറെ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സാധനമൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഈ 3-4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് അധികം സമയം പാഴാക്കാതെ കിച്ചണിലേക്ക് പോയാലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, കാരണം ചേച്ചി വരില്ല, ചേച്ചി ഇവിടെ ഇരിക്കും. നമ്മൾ രണ്ടും കൂടാണ് കിച്ചണിൽ പോകുന്നത്. നമ്മൾ കുക്ക് ചെയ്ത് ഫേവറേറ്റ് ഡിഷ് ഇവിടെ കൊണ്ട് കൊടുക്കും ആൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട്. പാത്രം സ്റ്റോറിൽ റൈറ്റ് സൈഡിൽ ഇരിപ്പുണ്ട്, റെഡ് കളർ മറ്റേ വലുത്. ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ ചിക്കൻ ഇരിപ്പുണ്ട്, കഴുകി വെച്ചിരിക്കുക നെറ്റ് അതിനകത്ത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ കരിവേപ്പില ഇരിപ്പുണ്ട്, 2 പാത്രത്തിലുണ്ട്. ടൊമാറ്റോ സോസ് അവിടെ ഇരിപ്പുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പൊ ഞങ്ങളെങ്കിൽ കിച്ചണിലേക്ക് പോട്ടെ. ഇവിടെ ഫേവറേറ്റ് ഡിഷ് ആയിട്ട് ഞങ്ങൾ വരും. ഓക്കെ, ഞാൻ അതുവരെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നതായിരിക്കും. എന്റെ പണി എന്താണെന്ന് നോക്കാം. ശരി, ഞാൻ പുറകെ ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് അറിയോ? തപ്പിയെടുക്കാം. പറഞ്ഞല്ലോ പാത്രം എവിടെയോ എന്തോ റൈറ്റ് ഷെൽഫ്. നിങ്ങൾ തമ്മിൽ ഒരു കോഡ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പാത്രം ഇവിടെ ഉണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ റെഡ് പാത്രം. അതെ, ഇത് തന്നെയാണ് റെഡ് പാത്രം.
ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. Yeah. ഫ്രിഡ്ജിൽ ഉണ്ടാവുമല്ലോ. ഫ്രിഡ്ജിൽ ചിക്കൻ തുറക്കാം. കഴുകി വൃത്തിയായി ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു അല്ലേ? ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തേക്കാം, അതായത് നമുക്കൊരു സമാധാനത്തിന്. അപ്പൊ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ കറിവേപ്പിലയാണ്. ഇത് നിറച്ച് കറിവേപ്പിലയാണ്. അത് കഴുകണം എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതെ, പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അത് വാഷ് ചെയ്യണം. ഇനിയിപ്പം എണ്ണ ചൂടാക്കണം. ഈ ചെടിയൊക്കെ ഇതൊക്കെ സെബയുടെ സംഭവങ്ങളാണ്. ചെടികൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നും ഇതുപോലെ ചെറിയ 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 ചെടികളിലൊക്കെ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഓരോ പോട്ട്സിലാക്കി വെക്കും. അതെ അതെ. ഡോക്ടറുടെ ഒരു ഹോബി ഞങ്ങളൊക്കെ കേട്ടായിരുന്നു. ഡോക്ടർ പാട്ട് പാടും. പാട്ടൊക്കെ ചുമ്മാതെ നമുക്ക് കുക്ക് ചെയ്ത് ഒരു പാട്ട് പാടി കുക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അതൊക്കെ വേണം പോകണം. പാട്, ഒരു 2 വരി പാടിയാൽ മതി. ഞങ്ങളൊക്കെ ഫേവറേറ്റ് ആയിട്ട് പാടുന്ന കൊണ്ടൊരു പാട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഈ കുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളൊരു ആഘോഷിച്ച് പാടുന്ന ഒരു പാട്ടാണ്. നമ്മളെല്ലാരും ഇല്ലേ, നമുക്കും കൂടെ ആഘോഷിക്കാം. പാട്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളി കഴിഞ്ഞകം പോകാൻ ചന്ദനം വേണം, നാലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. പോരെ? മതി മതി മതി. നമ്മുടെ എണ്ണ ഒഴിക്കാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ അതെ. ഞാൻ വിചാരിച്ചത് നനഞ്ഞതായത് കാരണം ഒരു ചെറിയ പൊട്ടലുണ്ടാവുമെന്ന്. ഇനി ഇത് നന്നായിട്ട് നല്ലപോലെ സോർട്ട് ചെയ്തിട്ട് ഇതൊന്ന് മാറും. ഒരു കളർ ഡിസ്കളർ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളത് മാറ്റി അതിനകത്തോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി കേൾക്കുന്നത്, കറിവേപ്പില വെച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കുന്നത്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ് ഈ കറിവേപ്പില ചിക്കൻ. മോളുടെ മാത്രമല്ല, മകൻ്റെയും ഫേവറേറ്റ് ഡിഷാണ്. ഇതേ ഈ സ്റ്റവ് ഓഫായി പോയി, നമുക്ക് മാറ്റി വെച്ചാലോ? വേറെ സ്റ്റൗവിലോട്ട്. ഇനി എന്താ വേണ്ടത്? ഉപ്പിടണം. ചിക്കൻ ഇട്ടിട്ടല്ലേ ഉപ്പിടണ്ടേ? ചിക്കൻ ഇട്ടിട്ടിടാം. ഉപ്പിടാം. ഉപ്പിടണം. ഇച്ചിരിട്ടാ മതി, ചിക്കൻ ആയതുകൊണ്ടുള്ള അത്രയും പോരെ? കൂടിയോ? ഇച്ചിരി മുളക് പൊടി ഇടണം. മുളക് പൊടി പറഞ്ഞിട്ടില്ല. അതല്ലേ ഈ ചിക്കന്റെ, നമ്മൾ ഈ കറിവേപ്പില ചിക്കൻ എന്ന് പറഞ്ഞപ്പോ അത് ലാസ്റ്റ് ആയിട്ടുണ്ടത് സോസും പെപ്പർ പൗഡറും. ഇതിപ്പോ ഡോക്ടറാണോ ഞാനാണോ ഉണ്ടാക്കുന്നത്? ഞാൻ കാണാതെ പഠിച്ചല്ലോ. ഇതിനൊരു അടപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ഇതിപ്പോ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ എന്തായാലും ഒരു 15 മിനിറ്റ്സ് എടുക്കും ഈ ചിക്കൻ ഒന്ന് സെറ്റായി വരാനായിട്ട്. ഇൻ ബിറ്റ്വീൻ ചേച്ചി ഈ ബ്രേക്കിന്റെ ഇടയ്ക്ക് ഓടി വന്നൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ട് പോയി. സർ യു ആർ റൈറ്റ്, നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യണമായിരുന്നു. നമ്മൾ സ്പൈസസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ ചേച്ചി വന്ന് ടിപ്പ് പറഞ്ഞു തന്നിട്ട് പോയി. കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടായിരുന്നു ആക്ച്വലി മുളക് പൊടി ആഡ് ചെയ്യേണ്ടത്. സംഭവം നമുക്ക് ഇപ്പൊ ഒന്ന് ആഡ് ചെയ്യാം. ഒന്ന് വറുത്തിട്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് വറുത്തായിരുന്നു. വറുത്ത് വെച്ച മുളക് പൊടി നമ്മൾ ഇനിയിപ്പോ അതിനകത്തോട്ടൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഒരു 1.5 സ്പൂൺ മതി മാക്സിമം. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തേക്ക്. നല്ല ആവിയൊക്കെ വന്നു, കളറൊക്കെ മാറി തുടങ്ങി. കളറൊക്കെ മാറി. ഇപ്പൊ ഡോക്ടറുടെ സങ്കടം അങ്ങ് മാറിയല്ലോ. നേരത്തെ പറയുന്നുണ്ടായിരുന്നു ചിക്കൻ വൈറ്റ് കളറിലിരിക്കുകയെന്ന്. ഇപ്പൊ കളർ മാറി. സോസാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് തരുന്ന ഒരു സാധനം. ഇനി ഒരു
5 മിനിറ്റ്സിന്റെ കൂടെ പണിയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഫ്ലെയിം ഇങ്ങനെ ഇരുന്നാൽ മതിയോ അതോ ഫ്ലെയിം ഓഫ് ചെയ്യണം? ഇല്ല, ഫ്ലെയിം അത് ആക്ച്വലി കുറഞ്ഞ ഫ്ലെയിം. കറി ഏകദേശം കംപ്ലീറ്റ് ആയി. നന്നായിട്ടായെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിലും ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി ലീവ്സ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ചേച്ചിയുടെ കൊണ്ടുപോകണം. ചേച്ചിയുടെ അഭിപ്രായം അറിയണം, എത്രത്തോളം ഇത് റെഡി ആയിട്ടുണ്ടെന്ന് അറിയണം. അല്ലെ, ചേച്ചി ഫേവറേറ്റ് ഡിഷിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നടക്കാം. യെസ്, യുവർ ഫേവറേറ്റ് ഡിഷ്. നോക്കട്ടെ, ടേസ്റ്റി ആണോ നോക്കട്ടെ. എങ്ങനെയുണ്ട് ചേച്ചി? ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്വല്പം ഉപ്പ് കൂടുതൽ, അത്രേ ഉള്ളൂ. അതർവൈസ് അടിപൊളിയാണ്. ഉപ്പ് തട്ടിയിട്ടപ്പോ നമ്മൾ ഒന്ന് ആലോചിച്ചിരുന്നു ഉപ്പ് കൂടുതലായി കാണുമോ. ഉപ്പ് കൂടാൻ സാധ്യതയില്ല, ഒരു പക്ഷേ ഇവിടെ ഉപ്പ് തീരെ കഴിക്കാത്തതുകൊണ്ട്. സാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയാണെങ്കിൽ. എനിക്ക് തോന്നുന്നത് സേവ ഉപ്പ് കഴിക്കാത്തതുകൊണ്ടുള്ള ഒരു ഫീൽ ആണെന്ന് എനിക്ക് തോന്നുന്നത്. സാറ് സമ്മതിച്ചു തരില്ല അപ്പോഴും, അല്ലെ കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇച്ചിരി കൂടെ സോസ് ഇട്ടാൽ നല്ലതാണ്. സോസ് ഇനിയും വേണം. നല്ലതായിട്ട് വേണം. കറിവേപ്പില ആഡ് ചെയ്യാണ്ടാണോ കഴിക്കുന്നത്? എങ്ങനെ അതിന്റെ ടേസ്റ്റ്? കറിവേപ്പിലയുടെ കൂട്ടത്തിൽ കഴിക്കണം. ഇത് ഗാർഡൻ ഫ്രഷ് കറിവേപ്പിലാണ്. വെളിയിൽ നിന്ന് മേടിച്ചത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാർക്ക് ഇടാനായിട്ട് എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല, ചേച്ചിയെ കൊണ്ടാണ് മാർക്ക് ഇടിപ്പിക്കേണ്ടത്. പക്ഷെ എന്നാലും ഞാൻ ഔട്ട് ഓഫ് 10 9.5 ഒക്കെ തരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചും കൂടെ ലീനിയന്റ് മാർക്കിന്റെ കാര്യത്തില്. ഞാൻ ഇച്ചിരി കുറവല്ലെങ്കിലും. അപ്പൊ എന്തായാലും ഹാപ്പി ആയില്ലേ ചേച്ചി? ചേച്ചിയുടെ ഫേവറേറ്റ് ഡിഷ്. പിന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും ശരിയായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഈ ഹാപ്പിയസ്റ്റ് മൊമെന്റ് കുറച്ചും കൂടെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു എന്താ പറയാ, നമ്മുടെ വക ഒരു സമ്മാനമുണ്ട്. അതായത് നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ ആ ഗിഫ്റ്റ് താങ്ക് യു പറയാൻ വരട്ടെ, ആ ഗിഫ്റ്റ് അങ്ങനെ തരാൻ പറ്റത്തില്ല. ഇനി ചെറിയൊരു സെഷനും കൂടെ ഉണ്ട്. ഇനിയിപ്പോ എന്താ പറയാ, നമ്മള് ഡോക്ടർക്ക് പണി കൊടുത്തു. ഡോക്ടർക്ക് ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം. അടുത്ത പണി ഇനി ഞാനും ചേച്ചിയും തമ്മിലാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയ ഗെയിം സെഷൻ ഉണ്ട്. ആ ഗെയിമിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. റെഡിയാണോ? ജയിക്കാൻ തയ്യാറായിക്കോളൂ. നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ രണ്ടുപേരും കൊണ്ടുള്ള ഗെയിം സെഷനിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 ഗെയിം കാർഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഒരു ഗെയിം കാർഡ് ചേച്ചി ചൂസ് ചെയ്യുന്നു. ആ ഗെയിം നമ്മൾ രണ്ടുപേരും കൂടെ കളിക്കുന്നു. ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് സമ്മാനം ചേച്ചി. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്തു. ഏത് ഗെയിം കാർഡ് വേണം? ഇതാണ് ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്. കപ്പ് ആൻഡ് ബലൂൺ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, എളുപ്പം, കുഴപ്പമില്ല. ഇത് രണ്ടും എന്താണെന്നും കൂടെ നമുക്ക് നോക്കിയാലോ. നമ്മൾ ഈസിയസ്റ്റ് ആണ് എടുത്തതെന്ന് അറിയാലോ. ഓക്കെ, ഇതൊരു പേപ്പർ ആൻഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ദെൻ ഇതും കൂടെ ഒന്ന് നോക്കി. ഇത് ബ്രെഡ് ബോൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. സോ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളത് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഗെയിമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇത് കളിച്ച് ചേച്ചി ജയിച്ചു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ്. അപ്പോൾ എന്തായാലും ഗെയിമിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്യട്ടെ. പ്രോപ്പർട്ടീസ് ഓക്കെ ഗൈസ്, അപ്പോൾ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചേച്ചി നേരത്തെ എന്താ പറയുക അസ്യൂം ചെയ്ത പോലത്തെ തന്നെ ഗെയിമാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ബോളല്ല ബലൂൺ ഇങ്ങനെ നിറയ്ക്കുന്നു. ഇതിനകത്ത കാറ്റ് കൊണ്ട് ഇത് താഴെ ഇടുന്നു. അപ്പൊ ഇത് ഇവിടുന്ന് വീഴരുത്, അവിടെ തന്നെ വീഴണം. അങ്ങനെ ഇത് മുഴുവൻ നമ്മൾ കാറ്റെടുത്ത് നിറച്ച് നമ്മുടെ കാറ്റ് പോവാതിരുന്നാൽ മതി. എന്നിട്ട് ഇത് താഴെ ഇടണം. അപ്പോൾ ജയിക്കും. പക്ഷേ രണ്ടുപേരും കളിക്കുന്ന കാരണം ഇതിനകത്ത് എങ്ങനെയാണ് വിന്നറിനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി വരണ്ട് നിൽക്കണ്ട, വിന്നറിനെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ടൈമർ ഉണ്ട്. ഞാൻ കളിക്കുന്ന സമയത്ത് ചേച്ചി അതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നു. ഞാൻ കളിക്കുന്നു ആൻഡ് ദെൻ ചേച്ചി ഗെയിം ചെയ്യുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരിലും ഏറ്റവും വേഗം ഫിനിഷ് ചെയ്ത ആളാരാണോ, അങ്ങനെയല്ലേ, ആളാരാണോ അവരാണ് വിന്നർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ ബലൂൺ ഉണ്ട്. എനിക്ക് യെല്ലോ ഞാൻ എടുത്തത്. അപ്പൊ എന്നാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ബസർ ഉണ്ട്. ബസർ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഗെയിം സ്റ്റാർട്ട് ആവും. ചേച്ചതായി ടൈമർ സ്റ്റാർട്ട് ചെയ്യാം.
ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത് 2 minutes 48 seconds ആണ് വന്നേക്കുന്നത്. ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ പൊന്നു ചേച്ചി ഊതി അയ്യോ. അപ്പം ഇനി അടുത്തത് ചേച്ചിയുടെ ടേൺ ആണ്. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്തിട്ട് അടുത്ത ചേച്ചിയാണ് ഇനി കളിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ഇനി ചേച്ചിയുടെ ടേൺ ആണ്. ഞാൻ ടൈമർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ബസർ. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഗെയിമിന്റെ ടൈമിംഗ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ ചേച്ചി ഫിനിഷ് ചെയ്തിരിക്കുന്നത് 1 minute 5 seconds ചേച്ചി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 something ആണ് ഫിനിഷ് ചെയ്തത്. സോ ഒബ്വിയസ്ലി ആരാ ജയിച്ചത്? ഓക്കെ, സോ ചേച്ചിയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം ചേച്ചിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഹസ്ബൻഡിനൊക്കെ ഒന്ന് വിളിക്കാം. എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരും കൂടെ ആയിട്ട് ഗിഫ്റ്റ് തരാം. സേബ ചേച്ചി ഫുൾ ഫാമിലി ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഡോക്ടർ കണ്ടായിരുന്നോ നമ്മളുടെ ഗെയിം? പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഫാസ്റ്റ്, നല്ല ലങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പച്ചനെ അമ്മച്ചി നമ്മൾ കണ്ട് നേരത്തെ വന്നപ്പോ കണ്ടായിരുന്നു. പേര് പറഞ്ഞില്ലായിരുന്നു. CP എബ്രഹാം. അമ്മച്ചിയുടെ പേര് ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു. ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ഗെയിം കളിച്ച് അടിച്ചെടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ വക നല്ല അടിപൊളി ഒരു ഡിന്നർ ആണ്. ഓക്കെ, അപ്പൊ ഡിന്നറിന് നമുക്ക് കാണാം. അതിനോടകം വേറെയും കുറച്ച് സമ്മാനങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാനുണ്ട്. മാമിയ വെൽനസ് ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ്, എ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. വേദനകൾ മറക്കാം, നന്നായി നടക്കാം. ബിഗ് ബിയുടെ ഓർത്തോപീഡിക്സ് ചെരുപ്പുകൾ. ബിഗ് ബിയുടെ വക നല്ല അടിപൊളി ഒരു സമ്മാനം. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. സ്നാക്സ് ആണ്. 100% കൈകൾക്കും വസ്ത്രങ്ങൾക്കും സുരക്ഷിതം സൂര്യ വാഷിംഗ് സോപ്പ്. 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത്. തൈരും ചോറും പിന്നെ എരിമാങ്ങയും. കൗസ്തുഭം ഫുഡ് പ്രോഡക്ട്സ് ഉരുളക്കി എരിമാങ്ങ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു. നിങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ എവിടെയാ കാണാൻ പോകുന്നത്? അടുത്തത് ഡിന്നർ. സോ നമുക്ക് ഡിന്നറിന് കാണാം.
എക്സ്ക്ലൂസീവ് ഗിഫ്റ്റായ ഡിന്നറിന് വേണ്ടി ഡോക്ടർ ബിജു ആൻഡ് ഡോക്ടർ സെബ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബ്ലൂ കാസിലാണ് നമുക്ക് ഡിന്നറിന്റെ കൂപ്പൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ടൽ മാനേജർ അനു സർ ആണ് കൂപ്പൺ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് പോവാം, ഡിന്നറിന് പോവാം. വെള്ളത്തിന്റെ മേളിൽ ഇരുത്താനാണോ? വെരി ഗുഡ്. നല്ല വ്യൂ അല്ലേ? നല്ല അടിപൊളി. നമ്മൾ വെള്ളത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്, അറിയാം. യെസ് യെസ്, ഗ്ലാസിന്റെ മുകളിലാണ്. താഴെ വെള്ളത്തിന്റെ അടുക്കലായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഡിന്നർ എൻജോയ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഫൺ മെമ്മറബിൾ മൊമെന്റ്സ് നിങ്ങൾക്കും വേണോ? എങ്കിൽ ഉടൻ തന്നെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നോളൂ. സോ മറ്റൊരു പുതിയ എപ്പിസോഡുമായി കാണാം. ടിൽ ദെൻ ദിസ് ഈസ് മീ ശ്രീനിധി സമൃദ്ധ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാമിലി. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.